ഇത് എന്റെ ബന്ധുക്കാരുടെ വീടാ. നിന്റെ ബന്ധുക്കാർക്കൊന്നും ഇത്ര വീടൊന്നും ഇല്ലല്ലോ. നീ പേറ്റ ഡ്രൈവർ ഇല്ലയോ? ഞങ്ങളുടെ ബന്ധുക്കാരൊക്കെ ഉള്ളു ഇത്ര വലിയ വീടൊക്കെ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വണ്ടി എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചങ്ങ് കേട്ടണ്ടായിരുന്നു. എന്താ പറഞ്ഞേ? അല്ല, പോകുന്ന വഴിക്ക് കുറച്ച് ഇടിച്ചക്ക മേടിച്ച് വീട്ടിൽ കൊടുക്കണമെന്ന് പറഞ്ഞതാ. എനിക്ക് മനസ്സിലായി നീ എന്നെ ആക്കിയതാന്ന്. എന്റെ ഒരു ചെവി നിന്റെ ഭാഗത്തോട്ട് തിരിച്ചു വെച്ചേക്കുന്ന കാര്യം നീ അങ്ങ് മറന്നുപോയി ഇല്ലയോ? നീ വാ തുറന്നു കഴിഞ്ഞാൽ ഇടിച്ചക്ക നിന്നെ അണ്ണാക്കോട്ട് ഇടിച്ച് ഞാനങ്ങ് കയറ്റും. ഇതാടാ ദേഷ്യം കാണിക്കുവന്നോ? എന്താ ഇങ്ങോട്ട് നോക്കി. നിന്റെ മുഖത്ത് അടുത്ത സമയത്ത് അങ്ങനെ റീസർവേ നടന്നു. എന്താ നിന്റെ മൂക്കും വായും തമ്മിൽ അതിര് തിരിച്ചു വെച്ചേക്കുന്നു. എന്റെ മീശയാ. രാവിലെ ഇത് ചെത്തിക്കൊണ്ട് നേരത്തെ എന്റെ മുറ്റം ചെത്തിയായിരുന്നു. എവിടെങ്കിലും വൃത്തിയായെന്നായിരുന്നു. അതാ ഞാൻ ആളെ വിളിക്കാം. ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോന്ന്? പിരിവുകാരോ സംഭാവനക്കാരോ വല്ലോ ആണോ? ഈ പറഞ്ഞ ഗണത്തിൽപ്പെട്ടവരാരുമല്ല. എന്നാ ഞാൻ അങ്ങോട്ട് വരാം. അവള് വരുമ്പോ ഞാൻ പുറംതിരിഞ്ഞ് നിൽക്കും. എന്റെ പുറം കണ്ടാലും ഒക്കെ മനസ്സിലാവും ഞാൻ ആരാണെന്ന്. കേട്ടോ? അന്ന് ആള് വരട്ടെ. അയ്യോ, ആരായിരുന്നു? അങ്ങോട്ട് മനസ്സിലായില്ലല്ലോ. പുറം കണ്ടിട്ട് മനസ്സിലായില്ല ആരാന്ന്. അതിന് പുറത്തല്ലല്ലോ, നിങ്ങൾ പകത്ത് വന്നല്ലോ. ഞങ്ങള് മൂന്നാറിൽ നിന്ന് വരുവാ. ആഹാ, കോടമഞ്ഞും കൂട്ടുകാരനും വന്ന് വന്നിരിക്കുന്നു.